ഹായ് ഗൈസ്, വെൽക്കം ടു ആ ന്യൂ വ്ളോഗ്. എന്താണ് വിശേഷം? അങ്ങനെ ഞാൻ കുറച്ചുകൂടി പ്രായം കൂടിയിരിക്കുന്നു, പക്ഷെ ഞാൻ സ്റ്റിൽ ചെറുപ്പമാണ്. അപ്പോ നമ്മൾ കഴിഞ്ഞ 6-7 മാസത്തിന് മേളിലായി നമ്മളൊരു വ്ളോഗ് ഇട്ടിട്ട്, അതിനുശേഷമാണ് നമ്മളൊരു വ്ളോഗുമായിട്ട് വരുന്നത്. ഈ കഴിഞ്ഞ 6 മാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ, എന്തായിരുന്നു എന്തായിരുന്നു ജീവിതത്തിന്റെ ഓരോരോ അനുഭവങ്ങളായിരുന്നു എനിക്ക്. അതൊക്കെ കൊണ്ട് ഞാൻ വ്ളോഗിൽ നിന്ന് താൽക്കാലികമായിട്ടൊന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. ഞാൻ ഒരു ജോലിക്ക് പോയി. അത് അത് ഞാൻ തമ്മിൽ അങ്ങ് സെറ്റായില്ല. അപ്പൊ നമ്മളങ്ങ് വിട്ട്. ചില സാധനങ്ങൾ നമ്മളായിട്ട് സെറ്റ് ആവൂല, അപ്പൊ അത് നമ്മളെ വിടും. ആ ഫിലോസഫി എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത് വർക്കാകുവേ. മനസ്സിലായല്ലോ? ഇഫ് യു നോ യു നോ. അത് തന്നെ. അപ്പൊ അതൊന്നും പറയാനല്ലോ. ഇപ്പൊ നമ്മള് വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു ആലോചനയിലാണ്. ഈ ആലോചന തുടങ്ങിയിട്ട് തന്നെ ഞാനിപ്പം ഒരു 1.5 മാസത്തിന് മേളിലായി. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിന്ന് ജനിച്ച ദിവസമല്ലേ, അപ്പൊ എന്ന് ജനിച്ച ദിവസമായതുകൊണ്ട് എന്റെ ഓറ പോയിന്റ് ഒക്കെ കൂടി നിൽക്കും. അതുകൊണ്ട് ഞാൻ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോ അങ്ങനെയാണ് ഈ വ്ളോഗ് തുടങ്ങുന്നത്. നമ്മൾ ഇന്ന് എവിടെ പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരു എയ്ത്തിസ്റ്റ് ആണെങ്കിലും അല്ലെ, ചെറിയ രീതിയിൽ എയ്ത്തിസ്റ്റ് അല്ല, ഞാൻ വിശ്വാസിയാണ്. നീ എയ്ത്തിസ്റ്റ് ആണോ? എയ്ത്തിസ്റ്റ് ആണോ വിശ്വാസിയാണ്? എനിക്ക് അങ്ങനെ ഫുഡ് കിട്ടിയ അവിടുന്ന് കഴിക്കും. അതാണ് മനസ്സിലായോ? മസാല ദോശ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടോ ലീവ് എടുത്തത്. കാരണം ഇന്ന് മസാല ദോശ എന്ന് പറയുമ്പോ ലീവ്. ഓക്കെ, അതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവുകയാണ്. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവും. നമ്മൾ എല്ലാം തുടങ്ങുമ്പോ അമ്പലത്തിലോ അതുപോലെ എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ പറ്റും. അപ്പൊ ഞാനിതൊരു തുടക്കമാണ് എൻ്റെ വീണ്ടും. രണ്ടാമത്തെ തുടക്കമല്ല, മൂന്നാമത്തെ അല്ല, കുറെ ആയല്ലേ ഇങ്ങനെ തുടക്കം. എന്നാലും നിങ്ങൾ ക്ഷമിക്കും, നിങ്ങൾ കാണും. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബർത്ത്ഡേക്കും എന്നെ ഡിസപ്പോയിന്റ് ചെയ്ത കാര്യങ്ങളാണ്. എനിക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ വിഷ്, അല്ലെങ്കിൽ വിഷ് വേണ്ട, ഞാൻ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് വേണ്ടി ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന ഒരാളാണ്. എല്ലാവരുടെ അല്ല, നമ്മുടെ സ്പെഷ്യൽ വൺസ്, ഭയങ്കര സ്പെഷ്യൽ വൺസ്. അപ്പൊ ഈ ബർത്ത്ഡേക്ക് ഞാൻ മനസ്സിലാക്കിയ ഞാൻ ആരുടെ സ്പെഷ്യൽ വൺ അല്ലത്. എനിക്ക് വേണ്ടി കേക്ക് മേടിച്ചു വെച്ച 2 പേരുണ്ട്. വേറെ ആരുമല്ല, അച്ഛനും ചേട്ടനും അമ്മയൊക്കെ കൂടിയാണ്. അല്ലേ? അമ്മക്ക് റോളുണ്ടെങ്കിൽ അപ്പൊ അമ്മക്ക് റോളുണ്ടെന്ന് പറയണേ. അപ്പൊ ഇവരൊക്കെ കൂടി മേടിച്ചു വെച്ചിട്ട് ഞാനാണെങ്കിൽ 12 മണി തൊട്ട് വെയിറ്റ് ചെയ്യുക. കേക്ക് ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ കിടന്ന് ഒച്ചയൊക്കെ ഉണ്ടാക്കി. അതായത് ഞാൻ ഗെയിം കളിക്കുവാണല്ലോ. 12 മണിയാകുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഗെയിം കളി നല്ല ചുമ്മാ കട്ടിലെ കിടക്കിലാക്കി ആയിരിക്കും. അപ്പൊ ഞാൻ ഗെയിം കളിച്ചോണ്ടിരുന്നപ്പം ഞാൻ പറയാറുണ്ട്, മച്ചൂ 2 മിനിറ്റ് കൂടി, 1 മിനിറ്റ് കൂടി, ദേ ബർത്ത്ഡേ ആയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയും. അപ്പൊ എന്റെ കൂടെ കളിച്ചവരൊക്കെ എന്നെ വിഷ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ മച്ചു. എന്റെ ഗെയിം ഫ്രണ്ട്സും അതുപോലെ ഗെയിം ത്രൂ കണക്ട് ആയവരൊക്കെ എന്നെ വിഷ് ചെയ്തു. പക്ഷേ എന്റെ ചേട്ടനും എന്റെ അച്ഛനൊക്കെ കൂടി നല്ല ഉറക്കം. നിങ്ങളിത് കേൾക്കണം, ഞാനെല്ലാം പറയാം. ഇവരെയൊക്കെ ഞാൻ എക്സ്പോസ് ചെയ്യുക. എക്സ്പോസിങ് ശ്രീഹരി കണ്ട, ഞാൻ എക്സ്പോസ് ചെയ്യും. എനിക്ക് മടിയൊന്നുമില്ല. ഇവര് നല്ല ഉറക്കം. അപ്പൊ ഞാനോർത്ത് ഇവരെന്താ സെറ്റ് ചെയ്യുക, ഒരു 10 മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് ഇറങ്ങാം പുറത്തോട്ട്, റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കാം ഇവരെന്താ സെറ്റ് ചെയ്തേക്കണേന്ന്. ഞാൻ അങ്ങനെ ഒരു 5-6 മിനിറ്റ് വരെ എനിക്ക് ക്ഷമിച്ചിരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ, അച്ഛനാണ് നല്ല ഉറക്കം, ശ്രീഹരിയാണ് അതിലും നല്ല ഉറക്കം. ശ്രീഹരിയുടെ കയ്യില് ഫോണിൽ എന്തോ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുക. മനസ്സിലായ? ഇവൻ കിടന്ന് ഉറങ്ങുക. നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം. എന്നിട്ട് ഇത് കണ്ടപ്പോ എന്റെ മനസ്സും അടുത്ത്, കാരണം ഇവന്റെയൊക്കെ ബർത്ത്ഡേക്ക് നമ്മൾ 12 മണിക്ക് വണ്ടി ഓടിച്ച് വേറെ എവിടെ നിൽക്കുവാണെങ്കിൽ അവിടെ ചെന്ന് ഒരു സാധനം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവരൊക്കെ വീട്ടിലുണ്ടായിട്ട്, മനസ്സിലായ? വലിയ വന്നയുടെ കേക്ക് രാവിലെ മുറിക്കാം, നമുക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഈ ഗെയിം കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുന്നത് എന്നെ വന്ന് രാവിലെ ഇട്ട് ഇളക്കി ഭയങ്കര ശല്യം. ഉറങ്ങാൻ പോലും സമ്മതിച്ചില്ല. കണ്ട എന്റെ മോൻ കണ്ട നിങ്ങൾക്ക് അറിയാൻ, എനിക്ക് ഉറക്കമൊക്കെ ഇപ്പൊ കുറവായി ഈയിടെയിട്ട്. ഇതൊക്കെ കാരണം. ഇനി ഞാൻ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂല, നമ്മുടെ ആദ്യത്തെ വ്ളോഗാണല്ലോ. അപ്പൊ ഇത് നിങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് വ്ളോഗിൽ എന്താ ഇന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? മസാല ദോശ നിങ്ങളാണോ വെറൈറ്റി?
മസാല ദോശ തിന്നണതാണ് ഇന്നത്തെ വെറൈറ്റി. എടാ എനിക്ക് നോൺ വെജ് ഇല്ലാണ്ട് പറ്റില്ല. എന്ത് കഴിയും രാവിലെ എന്നാ കിട്ടണം? രാവിലെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയ ഫിഷ് ബിരിയാണി നീ ഉണ്ടാക്കണം. പക്ഷെ എനിക്കറിഞ്ഞൂടാ. എടാ നിന്റെയൊക്കെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കണം, എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കണം. ഇത് എവിടുത്തെ ഏർപ്പാടാ? നിങ്ങൾ ഓർഗണം കഴിച്ച എന്റെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ തന്നെ കേക്ക് മേടിച്ച് ഞാൻ തന്നെ മുറിച്ചിട്ടുണ്ട്. എനിക്ക് തിന്നാനല്ലേ സമ്മതിച്ചാ? ഒന്നുകൂടി പറ. എനിക്ക് ഉണ്ടാക്കാൻ അറിയാമോ? അല്ല അതിനും വേറെന്തോ പറഞ്ഞു, ഒന്നുകൂടി പറയോ? ഫുഡ് 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 തിന്നാൻ മാത്രം അറിയാവുള്ളൂ. അപ്പോ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇന്നത്തെ വ്ലോഗ് നമ്മൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അച്ഛനാണ്. സ്റ്റിൽ ഇത്രയും പ്രായമായെങ്കിലും ഡാഡി ഡാഡി കൂൾ. എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാ, എനിക്ക് ഇത്രയും പ്രായമായിട്ടും ഈ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഇവർ എന്നോട് ജോലിക്ക് പോകാൻ വരണുള്ളൂ. ഇത്ര നാള് ഞാൻ ജോലിക്ക് പോകാത്തത് കൊണ്ടും ഇപ്പൊ ഇവര് പറയുമ്പോ ഞാൻ ജോലിക്ക് പോയാലും ഇത്ര നാള് ഇതിനു മുമ്പ് പറഞ്ഞ കാരണം പോകാത്ത ഞാൻ ഇപ്പൊ പോയ ഇവർക്കും സങ്കടം ആവൂലേ? 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 ആകും, എനിക്കറിയാം. അതിന്റെ ഉള്ളിൽ ഒരു ഇതാണ്, മനസ്സിലായ? അങ്ങനെ സങ്കടമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പണിക്ക് പോകുന്നത്. ആക്ച്വലി എനിക്ക് നല്ല നല്ല ഓഫേഴ്സ് വന്നു. എന്റെ മണ്ടത്തരങ്ങൾ കാരണം ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. ആ സമയത്ത് എനിക്ക് നല്ലോണം പറയണമെന്നുണ്ട്. പക്ഷെ വ്ളോഗിൽ പറയുന്നതിന് ലിമിറ്റുകൾ ഉണ്ടല്ലോ. മനസ്സിലായ? മനസ്സിലായി. ലെറ്റ് ഇറ്റ് ഗോ. പറ, വിട്ട് കളയണം. ഒച്ച പറ. അങ്ങനെയല്ല, ലെറ്റ് ഇറ്റ് ഗോ. Let it go. അപ്പോ നമ്മൾ പഴയതിന് ശക്തിയായിട്ട് കിടിലം വ്ളോഗുമായിട്ട് ഇനി വരും. എങ്ങനെയുണ്ട്? ഇച്ചിരി വണ്ണ കൊച്ചല്ലേ? ശ്രീ നമുക്കൊരു ചലഞ്ച് ചെയ്താലോ? എന്ത് പറയുന്നു? എനിക്കൊക്കെ ഒരു 30 days ചലഞ്ച്. നിന്നെ കൊണ്ട് ഞാനില്ലേ, ഞാൻ പറയണ ഡയറ്റ്, ഞാൻ പറയണ വർക്കൗട്ട്, ഞാൻ പറയണ എല്ലാം ഫുൾ ചെലവ് നിന്റെ വക. ഓക്കെ ആണോ? ബാക്കിയൊക്കെ ലാസ്റ്റ് പറഞ്ഞ മാത്രം. ഫുൾ ചെലവ് നിന്റെ വക. വിളിച്ചത് നിന്റെ ഒക്കെ പറഞ്ഞ ഓക്കെ. അപ്പോ പ്ലൈ ക്യാൻസൽ. ജിമ്മിപ്പോ മടിയായി ഗൈസ്, മടിയൊക്കെ വരണം. എടാ നിങ്ങൾ കേൾക്കണം ഗൈസ്, ഞാൻ ജിമ്മിൽ പോകാത്ത എന്താണ്? എല്ലാരും എന്നെ കാണുമ്പോൾ ചോദിക്കും വ്ളോഗില്ലേ, ജിമ്മിൽ പോകണില്ലേ എന്നൊക്കെ ചോദിക്കും. വ്ളോഗില്ലെന്ന് കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് ഇതിക്കുള്ള ഞാൻ ഇന്ന് ബ്രേക്കപ്പ് ആയി പറഞ്ഞാൽ പോരെ, പേഴ്സണൽ ഇഷ്യൂസ്. അപ്പൊ അതായിരുന്നു ഒരു കാര്യം. പിന്നെ ഉള്ളത് ജിമ്മിൽ പോകാൻ തുടങ്ങിയാൽ എന്നുവെച്ചാൽ ബ്രേക്കപ്പ് ആയതിൻ്റെ ഒരു ഇതിലല്ല ഞാൻ പോകാൻ തുടങ്ങിയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബ്രേക്കപ്പ് ആയത് കാരണത്താൽ ജിമ്മിൽ പോയി ആ ഒരു സാധനം വേണ്ട എനിക്ക്. കാരണം ഞാൻ ടൈം എടുത്തു, കുറച്ച് ഹീലായെന്ന് വെച്ചാൽ കുറച്ചൊക്കെ വിഷമം ഉണ്ടോന്ന് വെച്ചാൽ വിഷമമുണ്ട്. പക്ഷേ അല്ലെങ്കിൽ എന്നിരുന്നാലും ഞാൻ അതൊക്കെ മാറിയിട്ട് ജിമ്മിൽ പോകാന്നായിരുന്നു. ജിമ്മിൽ പോയി എത്ര ദിവസം പോകണം നമ്മള്? ഒരാഴ്ച 3 ദിവസം പോയി. 4ാം ദിവസം ഒരു പനിയങ്ങ് വന്ന്. അന്ന് ഞാനിവിടെ വൈക്കത്തെ ആശുപത്രിയില്ല, VSM ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ട്രിപ്പ് ഇട്ട് കിടക്കുവാണ് ഞാൻ. പനി പിടിച്ചു കഴിച്ച എനിക്ക്. എന്ത് ചെയ്യാൻ പറ്റും? പനി പിടിച്ചിട്ട് ഞാൻ കിടക്കുമായിരുന്നു. അത് കാരണം എനിക്ക് ജിമ്മിൽ പിന്നെ പോകാൻ പറ്റിയില്ല. എന്തിനാ ഇവിടെ ഇടണേ? അപ്പുറത്തിട്ടാ പോരെ? ഈ മഴയത്ത് ഇങ്ങനെ കയറണതിന് അപ്പുറത്തോടെ ഇട്ടാ പോരെ? അതിങ്ങനെ വല്ലപ്പോഴും അമ്പലത്തിൽ വരണമല്ലോ, മനസ്സിലായോ? എന്നാലേ ഇങ്ങനെയുള്ളവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? എന്താ പറയാനുള്ളത്? ഞാൻ വരാറില്ല. നമ്മൾ വല്ലപ്പോഴും അമ്പലത്തിലൊക്കെ വന്ന്, മനസ്സിലായോ? ഞാൻ ഫുൾ ബിസിയാണ്. വല്ല ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇവൻ അമ്പലത്തിൽ പോകും. ഞാൻ അമ്പലത്തിൽ പോണ് ഇപ്പൊ നീ ആദ്യമായിട്ടല്ലേ എന്റെ ബർത്ത്ഡേക്ക് എന്റെ ഇവിടെ അമ്പലത്തിൽ തന്നെ? ചെറുപ്പത്തിലേക്ക് വരുമായിരുന്നു. ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ ഇവിടെ അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞാൽ ഓക്കെ വരും. കഴിഞ്ഞ ബർത്ത്ഡേക്ക് നീ ഇല്ലായിരുന്നു. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇവിടെ അല്ല വന്നേ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് അമ്മയുടെ അല്ല പോയത്. അപ്പൊ ഇവൻ വരാറില്ലായിരുന്നു. അന്നേരം ആളുണ്ടായിരുന്നു. ഓക്കെ, സമ്മതിച്ചു. എന്നിരുന്നാലും അതിനു മുമ്പും ബർത്ത്ഡേകളുണ്ട് എനിക്ക്. ആര് വന്ന്? നീ ഇപ്പോഴാണ് ആദ്യമായിട്ട് വന്നത് ശ്രീഹരി. കുറെ നാളുകൾക്ക് ശേഷം, ഒരു
5 വയസ്സ് 6 വയസ്സ് വരെ ഉള്ളപ്പോ നീ വന്നിട്ടുണ്ടാവും. 6 അല്ലേ ഒരു 8 വയസ്സ് വരെ വന്നിട്ടുണ്ടാവും. വൺവേ പോ എടുത്തോ. ഇവനൊക്കെ വണ്ടി ഓടിക്കാൻ പോലും അറിയില്ല. ഇവനെയൊക്കെ കൊണ്ടാ വന്നേക്കണേ. ഈ വ്ലോഗ് എത്ര മിനിറ്റ് കാണും ഗസ് ചെയ്യ്. ഇത് ഒരു നമ്മൾ രണ്ടുപേരും ബ്രേക്കപ്പ് സ്റ്റോറി പറഞ്ഞു വരുമ്പോ തന്നെ 2 ദിവസം ആവും. മനസ്സിലായ? കാരണം ആൾക്കാരെ അത്രയും വെറുപ്പിക്കരുത് നമ്മള്. എന്താ പറയാനുള്ളത്? എത്ര നേരം കാണും ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട് നീ ഒരു അരമണിക്കൂറിന് നീ ഔട്ട് ഓഫ് ദി ടോപ്പിക്ക് പോവുക. അരമണിക്കൂറിന് എടുത്തുണ്ട്. അരമണിക്കൂറോ? ഇറ്റ്സ് വെരി ലോങ്. സാരല്ല, പൈസ കിട്ടും. വലിയ വീഡിയോക്ക് വലിയ പൈസ കിട്ടും. പക്ഷെ കാണുന്ന ആൾക്കാർ പക്ഷെ ആക്ച്വലി എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആൾക്കാരൊക്കെ മറന്നു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നേ. നിനക്ക് എന്താ തോന്നുന്നേ? മറന്നു ഗൈസ്. അമ്പലത്തിൽ വന്നു, തൊഴുതു. എനിക്കാണെങ്കിൽ ഇങ്ങനെ പുറത്തിറങ്ങി വ്ളോഗ് എടുക്കാനായിട്ടൊരു മടി. ആളുകളൊക്കെ നോക്കുന്നു അങ്ങനെയൊക്കെ മനസ്സിലായ? പക്ഷെ ആളുകൾ നോക്കിയാൽ ഇനി നമ്മളത് പറഞ്ഞ് അതൊരു കാരണമാക്കിയാൽ നമ്മളൊരു വ്ളോഗറല്ല ഉണ്ടാവും. വ്ളോഗറല്ല, ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ. അത് മതി, ലൈഫ് സ്റ്റൈൽ വ്ളോഗറല്ല ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വ്ളോഗ് ചെയ്യണം. അതിന് മുമ്പ് ഇതൊന്ന് പിടിച്ചായിരിക്കും മുണ്ടൊന്നും എടുക്കാം. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചില്ലല്ലേ? ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? എല്ലാവരും ലവ് കമൻറ്റ് ചെയ്യൂ ഗൈസ്. ലവ് കമൻറ്റ് ചെയ്യൂ. എൻ്റെ ഔട്ട്ഫിറ്റ് കൊള്ളാമെങ്കിൽ. അങ്ങനെയല്ലേ? ഇങ്ങനെ കാണിക്കണേ? ഇങ്ങനെ കാണിക്കണില്ലേ? ഒരു ലവ് തന്നൂടെ? മനസ്സിലായ? ഇതിലൊരു കമൻറ്റ് ഇടാൻ പാടില്ല. ശ്രീയുടെ ഔട്ട്ഫിറ്റ് കാണിക്കും. ശ്രീ മൊത്തം കിട്ടുമോ? എടാ ഇത്ര ലോങ്ങിൽ ചെന്നാലേ മൊത്തം കിട്ടുള്ളൂ. എന്നിട്ട് എന്റെ മൊത്തം കിട്ടിയാ? ഇവിടെ എന്റെ ഈ അതിമനോഹരമായ കാലുകൾ, അതാ നീ വേണ്ടെന്ന് വെച്ചത്. ഇത് തെറ്റാണ് ശ്രീ. ഫോട്ടോ എടുത്ത് ഇതൊക്കെ തെറ്റാണ് കേട്ടാ ഈ കാണിക്കണേക്കാ. തലപ്പറമ്പിൽ അമ്മാസിൽ ബൈക്കത്തൊന്നും തലപ്പറമ്പ് വരെ എത്തി. വെല്ലുമിച്ചിനെ കിട്ടി വഴിയുന്നു. അപ്പൊ വെല്ലുമിച്ചിനെ ഡ്രോപ്പ് ചെയ്യാൻ വന്ന വഴി തലപ്പറമ്പിൽ നിന്ന് കഴിക്കാതെ കാണിച്ചിട്ട് മുട്ടക്കറിയിൽ ഒതുക്കി നമ്മൾ. കാരണം നമ്മൾ ചിക്കൻ മേടിക്കുന്നുണ്ട്. ബർത്ത്ഡേ ആയതുകൊണ്ട് ചിക്കനൊക്കെ മേടിക്കുമല്ലോ വീട്ടിൽ. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ? എന്നാൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, ചിക്കനൊക്കെ മേടിക്കും. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കേക്ക് ഇതുവരെ മുറിച്ചിട്ടില്ല. 12 മണി തൊട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണേ. ഇവൻ്റെയൊക്കെ ബർത്ത്ഡേക്ക് 12 മണി, കറക്റ്റ് 12 മണിയാകുമ്പോൾ ഞാനിങ്ങനെ അലാറമൊക്കെ വെച്ച് ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഞാൻ ചെന്നങ്ങ് വിളിച്ച് ചെയ്തായിരിക്കും, മച്ചു ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തു. പക്ഷെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാനിത് വന്നു. എൻ്റെ പ്രശ്നം എന്താ പറയുക, ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു അവരിങ്ങനെ ചെയ്യും, ഇവരങ്ങനെ ചെയ്യും എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട് എനിക്ക്. അതാണ് എൻ്റെ ലൈഫിൽ പണി വളച്ചു പോയത്. എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് അങ്ങോട്ട് നമ്മൾ വ്ളോഗ് അങ്ങ് കൊണ്ടുപോകും. അപ്പൊ അതാണ് ഇനി അടുത്ത എക്സ്പെക്ടേഷൻ, അടുത്ത പരിപാടി. നമ്മൾ ഫുഡ് വരാൻ വേണ്ടി എക്സ്പെക്ട് ചെയ്യും. നല്ല പൊറോട്ടയും നല്ല മുട്ടക്കറിയൊക്കെ ഇരിക്കും. ചിലപ്പോൾ പണിപാളി പോകും. ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കഴിച്ചല്ലേ പറ്റുള്ളൂ. കഴിച്ചിട്ടേ. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇപ്പൊ സമയം 11 മണി. ഇന്നലെ 12 മണി തൊട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുവാണ് ഇവരെന്റെ കേക്ക് മേടിച്ചു വെച്ചിട്ട് എന്നെ ഇപ്പൊ വിളിക്കും, പിന്നെ വിളിക്കും എന്നൊക്കെ. നല്ല ഉറക്കം 2 പേരും. ഉച്ചക്കൊന്നുമല്ല ഞാൻ ജനിച്ചത്. ഞാൻ ഓഫീസിൽ പോകാൻ നേരത്താണ് ഇവൻ ജനിക്കുന്നത്. കണ്ടാ? ഓഫീസിൽ പോകാൻ നേരം അപ്പൊ മനസ്സിലായ അച്ഛന്റെ മോശം. അച്ഛനെ എക്സ്പോസ് ചെയ്യാൻ പോവാ. ഭാര്യ ഗർഭിണിയായിട്ട് ആശുപത്രി കിടക്കുമ്പോ അച്ഛനും കൂടി കാരണക്കാരനായിട്ടാണ് ആശുപത്രി കിടക്കുന്നത്. അപ്പൊ അച്ഛൻ ഓഫീസിൽ പോയി. ശരിയാണോ? ശരിയല്ല. ആവശ്യമില്ലായിരുന്നു, ചുമ്മാ ചെക്കപ്പ് ചെയ്യാൻ പോയതാ. ആശുപത്രിയിലാണ്? ആശുപത്രി അമ്മ ആശുപത്രി ചെക്കപ്പ് ആണോ? ശരിയാണോ? അല്ല. അല്ല പിന്നെ എങ്ങനെ ചെക്കപ്പ് ചെയ്യാൻ പോയതല്ലേ? അല്ല, വയറുവേദനയായിട്ട് വയറുവേദന, പെയിൻ, പ്രഗ്നൻസി പെയിനുമായിട്ട് എന്റെ അമ്മ പോയപ്പോ എന്റെ അച്ഛൻ ഓഫീസിൽ പോയേക്കണ്. ശരിയാണോ? ശരിയാണോ? ശരിയാണ്. അല്ല, അച്ഛൻ ചെയ്തത് ശരിയാണോ? ശരിയല്ല. ശരിയല്ല. സോറി അല്ല, ശരിയാണ്. എന്നാ പറഞ്ഞ ഡേറ്റ് ആയിട്ടില്ല. ഡേറ്റ് ആയോ? ലേറ്റ് ആയിട്ടില്ലെങ്കിലും വേദന വന്നപ്പോ പോയണ്ടേ, അവരണ്ടേ കൂടെ വരണ്ടേ. വയറ്റ് വേദന ഉണ്ടാകുന്ന പല രീതിയിലുണ്ടാകാം. ഇതിന് ഗർഭിണിയായിട്ടിരിക്കുന്ന തൂറാമുട്ടി വേദനയാണോ പറയണത്? ഒപ്പിട്ട് കൊടുക്കണ്ടേ? ഒപ്പിട്ട് കൊടുത്തോ? ഒപ്പിട്ട് കൊടുത്ത്. ആര്? അതൊക്കെ ഞാനിട്ട് ഒപ്പിട്ട് കൊടുത്തു. എങ്ങനെ? അച്ഛൻ വന്നത് എപ്പോഴാ?
ജനിച്ച ശേഷമാണോ? അല്ലല്ല, കൂടെ ഉണ്ടാ- കൂടെ ഉണ്ടായിരുന്നു. ആ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. കൂടെ ഉണ്ടായിരുന്നു. ഇത് എന്നിട്ട് ഈ കൊച്ചിനെ ആ. മോളത്തേന്ന് മറ്റേ ഇവരെ മുറിക്കകത്തുനിന്ന് കൊണ്ടുവന്ന് പാല് കൊടുക്കാൻ കൊടുക്കും. മറ്റേ കിടക്കും. ഞാൻ മുറിക്കകത്ത് കിടത്തും. ആ. എന്നിട്ട് എന്റെ കൂടെയാണ് കിടന്നത് ആരി? കൊച്ച്. ഞാൻ. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കൂടെ കിടത്തിയില്ല? ആ ഡോക്ടർ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് കൊണ്ട്. ഐസിയിലാണ് കിടക്കായിരുന്നു. അതെന്തിനാ ICUല്? കാലില് നീരുണ്ടായിരുന്നു. അമ്മ. അപ്പൊ നിങ്ങക്ക് കാലില് നീരൊക്കെ വെച്ചിട്ട് എന്നെ പ്രസവിച്ച. ഒരാഴ്ചയോളം ഞാനാണ് വേറൊരു കാര്യം അറിയാം നിങ്ങക്ക്? ഞാൻ വെളുക്കാൻ വേണ്ടിട്ട് അതെന്താ ചെയ്തത്? ഞാൻ വെളുക്കാൻ വേണ്ടി എന്താ കഴിച്ചേ? കുങ്കുമപ്പൂവ്. എവിടെന്ന്? അതെനിക്കറിയാൻ പാടില്ല. എനിക്ക് തലകറക്കം വന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. കേട്ടാ, ഞാൻ വെളുക്കാൻ വേണ്ടിട്ട് കുങ്കുമപ്പൂ കഴിച്ചാന്ന് പറയും. എല്ലാരും പറയും കുങ്കുമപ്പൂ കഴിച്ചിട്ട് ദേ ഒച്ചു കറുത്തിരിക്കണമെന്ന്. പക്ഷെ എനിക്ക് അർത്ഥത്തിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവര് കഴിച്ചില്ല. എന്തുകൊണ്ട് കഴിച്ചില്ല? തലകറക്കം വന്നു, അതുകൊണ്ട് കഴിച്ചില്ല. ഒരു പ്രാവശ്യം കഴിച്ചപ്പോ എനിക്ക് തലകറക്കം പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ കഴിച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അവൻ ജനിക്കാതെ എപ്പോഴും കഴിച്ചായിരുന്ന? ഇല്ല. നിനക്ക് കഴിക്കാൻ പോലും ശ്രമിച്ചില്ല. ഞാൻ കഴിച്ചോട്ടെ. എന്നാലും നിങ്ങക്ക് ഒരു ഇച്ചിരി കുങ്കുമപ്പൂ കഴിച്ചിട്ട് എന്നെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ പാടില്ലായിരുന്നോ? എനിക്ക് ആരോഗ്യ ഹാപ്പി ബർത്ത്ഡേ. അല്ല, അമ്മയെ പ്രസവിക്കാൻ പോയപ്പോ വരാഞ്ഞതിന് സോറി പറഞ്ഞാച്ചൻ. എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവുന്നു. ഞാൻ കൂടെ ഉണ്ടാവും. 2 പ്രസവത്തിലും ആ രണ്ടും ഉണ്ടാവും. ഉണ്ടാ? ഇല്ല, ഒരെണ്ണത്തിന് ആഫീസിൽ. അവിടെ നിന്ന് ഒരെണ്ണത്തിന് ആഫീസിൽ. ഒരെണ്ണം നിൽക്കണം. ഭർത്താവ് ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. ഇല്ല, നിന്റതിനാണ്, നിന്റതിന്. എന്റതിന് ആ മാപ്പ് പറ, മാപ്പ് പറ. മാപ്പ് നൽകൂ. അവന്റതിന്. അവൻ നിന്നെ വേണ്ട അച്ഛന്. അവള് കൊടുത്ത് മേടിച്ച, അതുകൊണ്ട് അച്ഛൻ വരാഞ്ഞ. അമ്മയെ ഒപ്പിട്ട് കൊടുത്താ ഞാൻ ഒപ്പിട്ട് കൊടുത്ത. അമ്മയല്ല, തോത്താമ. അമ്മയുടെ അമ്മക്ക് ഒപ്പിടാൻ പറ്റില്ല. തോത്താമയെ ഒപ്പിട്ട് കൊടുത്താ. നിന്റെ ഞാൻ ഒപ്പിട്ട് കൊടുത്താ. എഴുതി ഒപ്പിട്ടിട്ടാ പുറത്തോട്ട് വന്നു. ചുമ്മാ ഒന്നല്ല, അപ്പൊ ചെലവിന് തരാ. മനസ്സിലായ? ചുമ്മാതല്ല, ഒപ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മേടിക്കുന്നത്. ഇതൊക്കെ കാശ് കൊടുത്ത് ഞാൻ മേടിച്ചതാ. ചുമ്മാതല്ല. ഒപ്പിട്ടങ്ങ് കൊടുത്തിട്ട് എന്നെ പുറത്തോട്ട് ഇറക്കിയതേ. അപ്പൊ എനിക്ക് ചെലവിന് തരാ. അവിടെ എല്ലാവർക്കും അങ്ങോട്ടും എണ്ണിക്കൊടുത്തിട്ടാ ഞാൻ മേടിച്ചത്. അപ്പൊ എനിക്ക് കൊടുത്ത് മേടിച്ച അപ്പൊ എന്നെ പണിക്ക് വിടേണ്ട കാര്യമില്ല. മനസ്സിലായ? നോട്ട് എണ്ണിക്കൊടുത്ത് നല്ല നോക്കി മേടിച്ചതാ തന്നെ. മുറിക്ക് അപ്പൊ ഞാൻ പണിക്ക് പോകണല്ലോ. ഹാപ്പി ബർത്ത്ഡേ. പണിക്ക് പോണോ? പണിക്ക് പോണം. ഈ ഒരു വർഷം കൂടി എനിക്ക്, ഈ ഒരു വർഷം കൂടി തന്നെയാ. അല്ല, നമ്മൾ ചിന്തിക്കണം ചെറുപ്പത്തിലെ അല്ല ചിന്തിക്കാൻ ചിന്ത വേണം നമുക്ക്. ഭാവിയിലേക്ക് എങ്ങനെ വേണം എന്ന് പറഞ്ഞ് നമ്മള് കിടക്കുമ്പോൾ ഭാവിയല്ല, ഭാവി. ഭാവി അതായത് നമുക്ക് എന്തിനെ പറ്റി ചിന്തിക്കണം. നാളെ എങ്ങനെ ആക്കണം. ഒരു സാധനം മേടിച്ചാൽ നമ്മൾ കാലെടുത്തൊക്കെ നോക്കുമ്പോൾ സ്റ്റെപ്പ് ഉണ്ടാന്ന് ചിന്തിച്ചിട്ടേ പോകാറുള്ളൂ. That is it for today's vlog. See you on next video. Make sure to subscribe.